നമ്മളെ ദുബായിൽ നമ്മൾ ചെയ്ത ഒരു ഓഡിറ്റിൽ ഇങ്ങനെ ഒരു സംഭവം വന്നിരുന്നു. അതായത് നമ്മൾ ഓഡിറ്റ് ചെയ്തപ്പോൾ ഒരു എക്സ്പെൻസ് ആയിട്ടുള്ള ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എക്സ്പെൻസ് കണ്ടു. അപ്പോൾ അതെന്താണെന്നുള്ളത് ഇങ്ങനെ വൗച്ച് ചെയ്ത് ചെക്ക് ചെയ്ത് പോയപ്പം കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഒരു സൈഡിൽ, അഡ്വർടൈസിങ് കമ്പനിയാണ് ഒരു സൈഡിൽ. അഡ്വർടൈസിങ് കമ്പനിയാണ് നമ്മളുടെ ക്ലയൻറ്റ്. അപ്പോൾ ഈ അഡ്വർടൈസിങ് കമ്പനിയിൽ നിന്ന് ഈ കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് ആവശ്യത്തിൽ കൂടുതൽ നെയിം ബോർഡ്സും സൈൻ ബോർഡ്സും അയച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് കൺസ്ട്രക്ഷൻ കമ്പനിയിലുള്ളൊരു പർച്ചേസ് മാനേജർ എന്ത് ചെയ്യാണ്, ആവശ്യത്തിൽ കൂടുതൽ പർച്ചേസ് റിക്വസ്റ്റ് കൊടുക്കും. അപ്പോൾ ഈ അഡ്വർടൈസിങ് കമ്പനിക്ക് എന്ത് കിട്ടും, കൂടുതൽ സെയിൽസ് കിട്ടും. ആൻഡ് പർച്ചേസിങ് മാനേജർക്ക് ഇവർക്ക് കമ്മീഷൻ കൊടുക്കുകയാണ്. ആക്ച്വലി കൺസ്ട്രക്ഷൻ കമ്പനിക്ക് എന്തിൻ്റെ ആവശ്യമില്ല, ഇത്രയും സൈൻ ബോർഡിനൊന്നും ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇവരെന്ത് ചെയ്യാണ്, ഇവർ തമ്മിലുള്ളൊരു ടൈപ്പിൽ കൂടുതൽ നെയിം ബോർഡും സൈൻ ബോർഡും കൊടുത്തിട്ട് ഇവരെ സെയിൽസ് ഇൻക്രീസ് ചെയ്യണം. എന്നിട്ട് ഇൻഡയറക്ട്ലി ഈ വ്യക്തിക്ക് ഇവരെന്ത് ചെയ്യാണ്, കമ്മീഷൻ പേ ചെയ്യാണ്. സോ ഇവിടെ ലോസ് വരുന്നത് ആക്ച്വലി കൺസ്ട്രക്ഷൻ കമ്പനിക്കാണ്. സോ കൺസ്ട്രക്ഷൻ കമ്പനി ഒരു പ്രോപ്പറായിട്ട് ഒരു ഇന്റേണൽ ഓഡിറ്റ് നടത്തുകയോ അല്ലെങ്കിൽ ഈ ഹൈറാർക്കിയിൽ സെഗ്രിഗേഷനൊക്കെ ചെയ്യുകയോ ചെയ്താൽ ഇത് നിർത്താവുന്നതേ ഉള്ളൂ. ആൻഡ് അഡ്വർടൈസിങ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രോഫിറ്റ് മേക്കിംഗ് അല്ലെങ്കിൽ ടേൺ ഓവർ ഇൻക്രീസ് ചെയ്യാനുള്ളൊരു ഐ വുഡ് സേ ഒരു അൺഎത്തിക്കൽ മെത്തേഡാണെന്ന് പറയാം. ആൻഡ് നമ്മൾ ഓഡിറ്റ് ചെയ്യുമ്പോൾ കണ്ടെത്തി ആൻഡ് വി ഹാവ് ടു റിപ്പോർട്ട് ദിസ്.